ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ പച്ചമുളകും നമ്മുടെ കട്ടത്തൈരും കൊണ്ടുള്ള ഒരു കറിയാണ്. ഇത് പണ്ട് മുതലേ ആൾക്കാർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മോര് കറിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടൊരു കറിയാണ്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. അപ്പോൾ കറിക്ക് വേണ്ടി ഞാൻ ഒരു 10 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായതുകൊണ്ടാണ് 10 എടുത്തത്, വലുതാണെങ്കിൽ 5 മതിയാവും കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നെടുകെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട്. അങ്ങ് രണ്ടായിട്ട് പിളർന്നു പോകരുത്, ചെറുതായിട്ടൊന്ന് കീറി കൊടുത്താൽ മതി. അതായത് ഉപ്പും പുളിയും എല്ലാം അതിലേക്ക് പിടിക്കാൻ വേണ്ടി, ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയുള്ള തൈര് എടുക്കാം. അത് അധികം പുളിയില്ലാത്ത തൈര് വേണം. അപ്പം ഇതിലേക്ക് നമ്മൾ അങ്ങനെ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചട്ടി വെച്ച് ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആ മുളകൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കത്തില്ല കേട്ടോ. നമ്മളിങ്ങനെ കീറി ഇട്ടേക്കുന്നതുകൊണ്ട് ഇത് പൊട്ടിത്തെറിക്കത്തില്ല. പുറം ഭാഗം നല്ല ചുമന്ന് വരുന്ന രീതിയിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ മുളകെല്ലാം നന്നായിട്ട് മൂത്താലേ കറിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇത് വറുത്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ചോറിന് വേറെ കറികൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ മതിയാവും കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു അച്ചാറോ അതല്ലെങ്കിൽ പപ്പടമോ അല്ലെങ്കിൽ മീൻ വറുത്തതോ എന്തേലും മതി. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ കടുകും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉലുവയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി അരിഞ്ഞതും ഒരു 2-3 വെളുത്തുള്ളി, ഞാൻ വലുതായതുകൊണ്ട് 3 എടുത്തത്, അല്ലെങ്കിൽ 4-5 എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി ഇതിൻ്റെ കളറെല്ലാം മാറി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലിട്ട് ആവും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴാണ് നമ്മുടെ ആ കറിക്കും ഈ ഉള്ളിയുടെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ ശേഷമേ ഇത് നമ്മൾ എടുക്കാവുള്ളൂ. എന്നാലേ ആ മുളകിലോട്ട് ഈ ഉപ്പും പുളിയെല്ലാം നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നമ്മുടെ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിനകത്ത് ചേർക്കുന്ന ഒരു സംഭവമാണ് കായപ്പൊടി. കായപ്പൊടി ഒരിക്കലും സ്കിപ്പാക്കരുത്. അതാണ് നമ്മുടെ ഈ കറിക്ക് ഒരു മോര് കറിയെക്കാട്ടിൽ ഒരു വേറിട്ടൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ, അപ്പം മഞ്ഞൾപ്പൊടി കുറച്ച് കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ മോര് കറി വെക്കുന്ന അത്ര കളർ ആവശ്യമില്ല. പക്ഷേ വീഡിയോയ്ക്കകത്ത് കുറച്ച് മഞ്ഞ കളർ ഇറച്ചി നിൽക്കുന്നുണ്ട്. എന്നാൽ തന്നെയും കുഴപ്പമില്ല, അധികമാകാതെ നോക്കണം കേട്ടോ. ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് അവിടെ വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് ചൂടാക്കി അറിയാമല്ലോ, തൈരാണ് പിരിഞ്ഞു പോകും. അപ്പം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. നമുക്ക് മോര് കറിയെക്കാട്ടിലും ടേസ്റ്റ് തോന്നും ഈ കറിക്ക്. നമ്മൾ ചോറുണ്ടാകുമ്പോൾ ഈ മുളകൊക്കെ ഉടച്ച് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.